ഹെൽമെറ്റ് എങ്കിലും വെക്കാമായിരുന്നു. ഹലോ, ബസ്സിൽ പോണ ഞങ്ങൾക്ക് എന്തിനാണ് ഹെൽമെറ്റ്? അതല്ല, ഹെൽമെറ്റ് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ചേഷ്ടകൾ നാട്ടുകാർ കാണൂലായിരുന്നു. ഭാര്യയെ ഭർത്താവായ ഞങ്ങൾ ഇതിന് നാട്ടുകാരെ ചേഷ്ട കാണിക്കണം. അയ്യോ, ഭാര്യയും ഭർത്താവാണോ? സോറി, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പെങ്ങളെ ക്ഷമിക്കണം കേട്ടോ, അറിയാത്തോണ്ടാ. കുഴപ്പമില്ല കേട്ടോ, സാരമില്ല. സാധാരണ ഈ ടൈപ്പ് പയ്യന്മാര് കാമുകാരെ കൊണ്ടുവന്നിട്ട് ചോദിക്കുമ്പോ പറയും ഭാര്യയാണ്, അതുകൊണ്ടാ. ഏത് കാമുകിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങള്. ആര് പറഞ്ഞു? ആ ചേട്ടൻ പറഞ്ഞു. കിളവാ, നിങ്ങൾ കണ്ടോ ഞാൻ ഏതെങ്കിലും കാമുകയും വിളിച്ചോണ്ട് അവിടെ വന്നിരിക്കണത്? യവൻ കാമുകിമാരെ കൊണ്ടുവരുന്നെന്ന് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. എനിക്കിവിടെ എന്തുകൂടോ ജോലി? ഞാൻ ഇവിടുത്തെ ജില്ലാ കളക്ടറാ. അപ്പൊ ഇത് സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ കാര്യാലയം. നിനക്ക് കണ്ണൻ്റെ കൂടെടാ, ഇത് പെട്ടിക്കടയാണെന്ന്. കുടുംബം തൊലയ്ക്കരുത്. ചെറിയൊരു സുഖം, അത്ര തന്നെ. വലിച്ചിട്ട് വീടിക്കുറ്റി. ഇത് വല്ലതും കാലെ കൊണ്ടാ പൊള്ളത്തില് വിവരില്ലാത്തവന്മാര്. ആണോ? ഓ, ഒരു ഗോൾഡിങ് ആണോ? 10 രൂപവും കടം തരൂല. അയ്യോ, അത് എവിടെ കളഞ്ഞ എന്തോ. രാവിലെ വന്നോളും കടവെന്നും പറഞ്ഞു കട തുറന്നു വെക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ഓരോരുത്തമാര്. അതിന് തീയൊന്നും ഇല്ലടാ, അതാ ഷീറ്റ് കിട്ടിയതിന്റെ ബാക്കി കയറി ഞാൻ കിടക്കുന്നേ. കണ്ണൻ അറിയാല്ലേ? തീപ്പെട്ടിതാ. അയ്യോ, ഒരിട തീപ്പെട്ടി മേടിക്കാൻ കാശില്ലെങ്കിലേ നീ വലിക്കണ്ട. എടാ, ഇങ്ങനെ നിക്കാതെ വല്ല പണിക്കും പോടാ. അതാണ് അങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ ഇന്നലെ പണിക്കുന്ന അണ്ണം കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ ഞാൻ ഇല്ല. ഈ മാസം പോകുന്ന അണ്ണം കണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാണ് എന്നെ പേടിപ്പിച്ച് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ അണ്ണാ, അവള് പഞ്ചായത്ത് നിൽക്കുക. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു. ഫോൺ എന്നാണ് അവൾ വിളിക്കണ. അയ്യോ, എന്റെ ഫോണിലിടാ. ഞാൻ ഫോൺ ഉപയോഗിക്കൂല, ഞാൻ ഫോണിനെതിരാ. ആണോ? അയ്യോ, എന്തി ആ നവതികളോട് ചോദിച്ചാലോ? നവതി ആഘോഷിക്കാൻ അവര് പ്രായമുള്ളവരല്ലടാ, കൊച്ചു പിള്ളേരാ. അല്ല, നവരാത്രി നവദമ്പതികളെന്നാണോ സാർ ഉദ്ദേശിച്ചത്? അവരോട് ചോദിക്കണ്ട, അവര് സ്റ്റാൻഡേർഡ് വേച്ചാ. നീ അങ്ങോട്ട് പോണ്ട. അതെ, നമ്മൾ സ്കൂളിൽ പോയിട്ട് ഈ പണിക്ക് ഇറങ്ങിയേട്ടാ. സ്കൂളിൽ പോയെന്ന് പറഞ്ഞാൽ മതി, പണിക്ക് ഇറങ്ങി എന്ന് പറയല്ലേ. എക്സ്ക്യൂസ് മേ, I want take this to phone at the mall phone. അണ്ണാ ഫോണെന്നാണ്. അല്ല, അപരിചിതർക്ക് ഞാൻ ഫോൺ കൊടുക്കാറില്ല. അയ്യോ, നാട്ടുകാരനാണ്. സോറി കേട്ടോ. മാഡം, ഒരു അത്യാവശ്യ കോൾ വിളിക്കാൻ വേണ്ടി ഒന്ന് തരാൻ പറയും. കൊടുക്ക് ചേട്ടാ, എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. കൊടുക്ക്. കൺട്രി. അണ്ണാ, ഓ ഇതിലേ സിന്ധു എന്റെ ഭാര്യ നമ്പർ ഒന്ന് പറഞ്ഞാ. 8078 ഞാൻ യന്ത്രമനുഷ്യനാണോ? അതൊക്കെ പറ മതിയല്ലേ. അത് 80 ഏതാണ്? ഇങ്ങോട്ടെടുക്ക്, ഞാൻ ടൈപ്പ് ചെയ്യാം. കണ്ണും കണ്ടുകൂടാതെ. 80 78 00. അത് ഓയല്ലേ? ഓയല്ല, ഇതാണ് 0. 92. അയ്യാ, നീ വന്നേ. എടാ, ഇവന്റെ ഫോണിൽ നിന്റെ ഭാര്യയുടെ നമ്പർ അടിച്ചപ്പോഴേ കാണിക്കുന്നുണ്ടാ? കാണുമല്ലോ. ഐ മിസ് യു. എന്ത് മനുഷ്യനാ, നമ്പർ അടിച്ച പേര് കാണത്തില്ലേ? ഇടാ, അതെങ്ങനെ ശരിയാവും? എടാ, ഇത് ഫോൺ അവന്റെ ആണോ? അപ്പൊ പിന്നെ അവന്റെ ഫോണിൽ എങ്ങനെയാണ് ഐ മിസ് യു എന്നുള്ള സാധനം വരുന്നത്? ഐ മിസ് യു എന്താണ്? എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല. അതേനെ സംഭവം. അവള് പഞ്ചായത്തിൽ ഇരിക്കുന്നു, ഇവൻ ഇവിടെ ഇരിക്കുന്നു, എങ്ങനെ കാണാനാ? അതല്ല പറഞ്ഞത്. ഐ മിസ് യു എന്ന് പറഞ്ഞാലേ അവളും യവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, അഗാധമായ ബന്ധം, ഡീപ് ലവ്. ഒന്ന് പോ ചേട്ടാ. ചിരിക്കുന്നുണ്ടാ? സംഭവം പറഞ്ഞാലേ ഇത് അവന്റെ ഭാര്യയൊന്നുമല്ല, വേറെ ഏതോ ഒരുത്തന്റെ ഭാര്യ. നിന്റെ ഭാര്യ അവൻ ഇതുപോലെ ഏതെങ്കിലും വെയിറ്റ് ഷർട്ടി കൊണ്ട് ഇരുത്തി കാണാം. ആ വെയിറ്റ് ഷർട്ടും കത്തിക്കണോ? പൊന്നു പഞ്ചഭാവിയെ കത്തിക്കല്ലേ, പഞ്ചായത്തിനോട് കേസ് പറഞ്ഞു നീ മുടിഞ്ഞു. എന്നെ അവർക്ക് അറിയത്തില്ല. അറിയത്തില്ല. എന്റെ സ്വഭാവം മാറുക. ഉപ്പിട്ട് ഒരു സോഡാ നരങ്ങതാണ്. ആ ഗ്യാപ്പിലങ്ങ് കടം കയറ്റി വെക്കാന്ന് വിചാരിച്ചല്ലേ? അങ്ങനെ ഉണ്ടാക്കണ്ട, അങ്ങ് പോയാ മതി. സിന്ധു, ഗംഗ, കാവേരി. നീ അവിടെ ചെന്ന് നദികളുടെ പേര് പറഞ്ഞ് അന്താക്ഷരി കളിക്കാനാണോ പോയത്? എടാ, നീ സിന്ധു എന്ന് പറഞ്ഞപ്പോ അവൻ എന്താ പറഞ്ഞത്? ഗംഗയെന്ന്. അതിനർത്ഥം നദികളുടെ പേരുള്ള പെണ്ണുങ്ങളുമായിട്ടാണ് അവന് സഹവാസം. അതവൻ നദി കിടന്നങ്ങ് പുളകം കൊള്ളാലോ. പൊളയിക്കാൻ ഞാൻ ചെല്ലേ. സിന്ധുവിനറിയാമോ? പിന്നെ എവളെ കുഞ്ഞമ്മ? എവടാ കുഞ്ഞമ്മയല്ല, എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മ. സിന്ധുവിനറിയാവോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് എനിക്കങ്ങനെ അറിയാം. മൂത്ത കുഞ്ഞിന് 18 വയസ്സ്, ഇളയതിന് 12, ഏറ്റവും താഴത്തിന് 7. അതിനെ 3 നീ കൊണ്ടുപോക്കണം.
ഞാനെന്തിനാ വല്ലോരം പിള്ളേരെ നോക്കണം? എടാ നിനക്ക് വല്ലോറും പിള്ളേരെ നോക്കാൻ വയ്യ, വല്ലോറും ഭാര്യ നിനക്ക് നോക്കാം. എടാ, ആരുടെ ഭാര്യ മനുഷ്യ നിങ്ങൾ നോക്കിയത്? മനസ്സാ വാച കർമ്മട ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ എന്താ പറയണേ? ഞാനത് ചോദിച്ച് മനസ്സിലാക്കട്ടെ. നീ കിടന്ന് കീറാതെ ഞാൻ ചോദിച്ചിട്ട് വരട്ട്. നിങ്ങൾ എന്തിനാ പറയുന്നത്? എന്റെ ഫോൺ എടുക്കും നിങ്ങൾ. എന്തരാടാ? എടാ നിക്കടാ. അതായത് നിന്റെ ഫോണില് എവന്റെ ഭാര്യയുടെ നമ്പർ അടിച്ചപ്പം ഐ മിസ് യു എങ്ങനെ വന്നടാ? I miss you ന്ന്. നിർത്ത്. എന്റെ കുടുംബ പ്രശ്നം തീരട്ടെ, എന്നിട്ട് മതി നിങ്ങളുടെ കുടുംബ പ്രശ്നം. പിള്ളേര്. എടാ, ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ പൊന്നെണ്ണ എനിക്ക് അറിഞ്ഞൂടാ ഈ സിന്ധു ഏതാണെന്ന്. ഏ? നിങ്ങൾ എന്റെ ഫോണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടെന്ന് പറ. ആ തെളിവ് തരാടാ, ഇപ്പൊ തെളിവ് തരാം. നീ വേടാ. ഇവന്റെ ഈ ഫോണിൽ നിന്ന് സിന്ധുവിനെ നിന്റെ ഭാര്യ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. നീ വിളിക്കടാ. പിന്നെ വിളിക്കുമ്പം ആദ്യം അങ്ങേ തലക്കൽ ഫോൺ എടുത്തിട്ട് മുമ്പേ എന്റെ മുത്തേ എന്നുള്ള വിളിയായിരിക്കും. നീ പിടിച്ചു നിൽക്കണം. എന്റെ കഴുത്തി പിടിക്കാനല്ല പറഞ്ഞത്, നീ പിടിച്ചു നിൽക്കണം. വിളിക്ക്. എടുത്താ അണ്ണാ, ഫോൺ എത്ര ബെല്ലാണ്? 12 ബെൽ. അത് അടിച്ചു കഴിഞ്ഞാ എടുക്കുന്നില്ല. അപ്പൊ പിന്നെ ഇനി വന്ന് വേറെ കാര്യം പറയാം. ഞാൻ എന്റെ ഫോണിൽ നിന്ന് സിന്ധുവിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ ഫോൺ മുളച്ചു വന്ന ഞാൻ അത് നേരത്തെ ഫോൺ തന്നിരുന്നെങ്കിലേ ഈ വിഷയം നീ അറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ അറിഞ്ഞല്ലോ. തെറ്റിദ്ധാരണ. ഇപ്പൊ വിളിക്കാം. അത് പോട്ടെണ്ണി. ഒരു കുടുംബ വിഷയം തീർക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അവൻ അതിന്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കാം. 80-78-092-78. എന്തിനു? ഹലോ. വൃത്തികെട്ട മനുഷ്യ, നിങ്ങളോട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കല്ലേ. Yes. എന്ത് yes? ഇനി വിളിച്ചാലുണ്ടല്ലോ ആ പെട്ടിക്കട വന്ന് ഞങ്ങളുടെ ചെവിക്കല്ല് ഞാൻ അടിച്ചു പറിക്കും. Of course, why not? പിന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ഇവിടെ വെയിറ്റിംഗിലാണ്. എന്താണ്? ഹസ്ബൻഡ് വെയിറ്റ് ചെയ്യുന്നു, കൊടുക്കാം. അണ്ണനാ? കോൾ വെയിറ്റിംഗിലാ. അവള് ഹാസ്യമെല്ലാം പറഞ്ഞോ? ചെറുതായിട്ട് ചിരിക്കുന്ന കണ്ട്. ഹലോ, ഹലോ അണ്ണനാണോ? അതേടി, അതഭാഗ്യവാനാടി. അണ്ണാ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ കടയിലെ രായപ്പനോട് എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ അയാളാ എന്നെ എപ്പോഴും വിളിക്കുന്നത്. ഞാൻ ഒരു മിസ് കോൾ പോലും ചെയ്തിട്ടില്ല അണ്ണാ. ഈ പണി എത്രയും പെട്ടെന്ന് ആ രായന്റെ കടവാ. അണ്ണാ, ഞാൻ പെട്ടെന്ന് വാ. ഇത് കഴിയുമ്പോ നമ്മക്കൊന്ന് കാണണം. വേണോ കാണാം. ഇനിയെങ്കിലും എല്ലാം ഇപ്പൊ 2-4 സമ്മേളനം മൊത്തമായില്ലടാ എന്റെ ഭാര്യയുടെ മുന്നിൽ. ഐ മിസ് യു അടിച്ചിട്ട് നിക്കുന്നത്. അണ്ണാ, ദൈവത്തിനാണ്, നമ്മുടെ മക്കളാണ് സത്യം. ഞാൻ അണ്ണനെ ചതിച്ചിട്ടില്ല. ഇയാളാണ് എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ എന്റെ ഫോണിലോട്ട് തുരുതുരാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ഇയാള് പറഞ്ഞ എന്തുവാന്നാ, ആ ഉണക്ക കമ്പ് പോലെ ഇരിക്കുന്നവൻ വന്നിട്ട് എന്നെ എന്തോ ചെയ്യാനാന്ന്. അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അണ്ണാ. ഇവനെ നമ്മുടെ കൈവാക്കി കിടക്കുക, അത് പിന്നെ തീർക്കാം. അവനെ നിനക്കറിയോ? കള്ളി കേട്ടാ, കൊച്ചു കള്ളീന്ന് എന്നെ കൊറേ പറ്റിച്ച്. പറഞ്ഞത് കേട്ടാ, 1 മാസമായിട്ട് കാണാത്തതിന്റെ വിഷമം പറ്റിച്ചെന്ന്. എത്ര രൂപ നീ എന്റെ തീർത്ത്? അയ്യോ, മനസ്സിലായടാ. നീ ഇപ്പോഴും തിന്നോണ്ടിരിക്കണ ചോറ് അവന്റെ പൈസയാണെന്ന്. എനിക്ക് 2 അറിയണം. അറിയാവൊന്നുമില്ല. 3800 രൂപ എനിക്ക് തന്ന എല്ലാ പ്രശ്നവും ഇവിടെ തീരും. എടാ, നീ കൊണ്ട് കറങ്ങിയതും പോരാഞ്ഞ് ഞാൻ നിനക്ക് 3800 രൂപ തരാം. ഞാൻ കൊണ്ട് കറക്കിയോ? താനല്ലടാ കൊണ്ട് കറക്കിയത്. എടാ, ഒരു ഭർത്താവിന് അതിനുള്ള അധികാരം ഇല്ലേടാ. താൻ കൊണ്ട് കറക്കോ തിരികോ എന്ന് മാങ്ങാത്തലിയോ ചെയ്തോ? എനിക്ക് എന്റെ 3800 രൂപ തരണം, അല്ലെങ്കിൽ ഞാൻ അത് കൊണ്ടുപോകും. പണം എന്റെ കയ്യിലില്ല, നീ കൊണ്ടുപോയിക്കോ. അയ്യോ, കൊണ്ടുപോകാനാ? അപ്പൊ പിന്നെ നമ്മളെങ്ങനെ അരയ്ക്കും? അരയ്ക്കാനാ? നീ എന്തോ അടി പറയുന്നേ? നിങ്ങൾ എന്തുവാ ഉദ്ദേശിക്കുന്നത്? ഈ നിൽക്കുന്ന ആരെന്നറിയാവോ? നിന്റെ കാമുകൻ. കൃത്യമായിട്ട് പറഞ്ഞു. എന്റെ മനുഷ്യ ഇങ്ങോട്ടൊന്ന് വന്നേ. ആ നിൽക്കുന്ന ആരാന്നറിയാവോ? നമ്മൾ കായംകുളത്ത് താമസിച്ചില്ലേ? അപ്പൊ അവിടെ ഒരു ഇൻസ്റ്റാൾമെന്റുകാരൻ വന്ന് എനിക്കൊരു മിക്സി എന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നോ? അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞല്ലേ നമ്മൾ ഇങ്ങോട്ട് മാറിയത്. അപ്പൊ നിങ്ങൾ എന്തുവാ പറഞ്ഞ? ഇനി അവന്റെ ഫോൺ കോൾ വന്ന് എടുക്കണ്ട, പൈസ കൊടുക്കണ്ട. ആ ഇൻസ്റ്റാൾമെന്റുകാരനാ ഈ നിൽക്കുന്നത്, അല്ലാതെ എന്റെ കാമുകനല്ല.
അബദ്ധം പറ്റിയതാണ്. മനസ്സിലായി. ക്ഷമിക്കണം. അവന എല്ലാത്തിനും കാരണം കേട്ടാ, വേറെ വിഷയമൊന്നും തന്നെയല്ല. അപ്പൊ നമ്മുടെ സംഭവം എല്ലാം കഴിഞ്ഞു, നമുക്ക് പിരിയാം, സ്നേഹത്തോടെ പിരിയാം. എന്ത്? പക്ഷേ കഥ ഇതുവരെ ഓക്കെ. ഒരു കാര്യം എനിക്കറിയണം, നിന്റെ ഫോണിനകത്ത് എവളുടെ നമ്പർ അടിച്ചപ്പോ എങ്ങനെ ഐ മിസ് യു എന്ന് വന്നു? ഫോൺ എടുക്ക. തരൂല, നീ തെളിവ് വെച്ചിപ്പിക്കും. ഞാൻ തരൂല. തരൂല. ഫോൺ എടുക്ക. നോക്കിക്കോ ഞാൻ. ഇത് സ്പെല്ലിംഗ് ഒന്ന് വായിച്ചാണ്. ഐ എം ഐ എക്സ് ഐ യു. ഒരുമിച്ച് വായിച്ചേ. ഐ മിസ് യു. കാലം അങ്ങനാണ് ഇത് എഴുതി വെച്ചേക്കണത്. പിന്നെ ഒരു മിക്സി ഊ. യു എന്ന് വെച്ചാ എന്നെ ഒരു മിക്സി ഊ. അന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു പേര് പറഞ്ഞല്ലേ കാർഡിൽ എഴുതാൻ? ഉണ്ണി അണ്ണന്റെ പേര്. ആ, ഒരു മിക്സി ഉണ്ണി എന്നെ പറ്റിച്ചു. അതാണ് ഞാൻ എന്തൊക്കെ പുകലല്ലേടി. അനിയാ, ഒരു അബദ്ധം പറ്റിയാണ്, ക്ഷമിക്കണം കേട്ടാ. ഈ വിഷയം പക്ഷെ ഇവിടെ തീർന്നു. പൈസ ഞാൻ ഇപ്പൊ തരാം. ഓക്കെ ഓക്കെ. അവിടുത്തെ വിഷയം അവിടെ തീർന്നു. പിന്നെ ഞാൻ കണ്ടില്ലേ. പക്ഷെ നമ്മളെ വിഷയം തീർന്നിട്ടില്ല. എന്താ വിഷയം? എന്റെ പെണ്ണുമ്പിളെ ഫോൺ വിളിക്കുന്ന വിഷയം തീർന്നിട്ടില്ല. അതുകൊണ്ട് അത് തീരണമെങ്കിലേ അവിടുത്തെ വിഷയം നീ തീർക്കണം. എന്ന് വെച്ചാ അവിടുത്തെ പൈസ നീ കൊടുക്കണോന്ന്. 3800 ഞാൻ കൊടുക്കണോ? അല്ല, എന്റെ ഉള്ള പൈസ എന്ന് പറഞ്ഞാലേ ഈ കടയിലത്തേക്ക് സാധനം എടുക്കാൻ വേണ്ടിയുള്ള പൈസയേ ഉള്ളൂ. കടയിൽ സാധനം എടുത്താലേ നിനക്ക് എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. അതെന്ത്? നിന്റെ 2 കൈ ഞാൻ വെട്ടി മാറ്റും. കൊടുക്കല്ലേ? അയ്യോ, അനിയ, മിക്സിയുടെ ബാക്കി പൈസ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. സന്തോഷം. ഓക്കെ. അയ്യോ, തീർന്നല്ലോ. അപ്പൊ നമുക്ക് പിരിയാം. തീർന്നിട്ടില്ല. നീ എന്റെ പെണ്ണുമ്പിളെ വിളിക്കുന്ന പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷെ എന്റെ വീട്ടിൽ ഇനിയും പെണ്ണുങ്ങളുണ്ട്. എന്റെ കുഞ്ഞമ്മയുണ്ട്, എന്റെ അനിയത്തിയുണ്ട്, 90 വയസ്സുള്ള എന്റെ അമ്മുമ്മ വരെയുണ്ട്. അവരെ നീ വിളിക്കത്തില്ല എന്നുള്ള എന്താ ഉറപ്പ്? ഉറപ്പാ. ഇത് എന്റെ ഉറപ്പ്. ഇപ്പൊ ഓക്കെയാ? ഡബിൾ ഓക്കെ.